കേരളത്തിൽ ഏകദേശം 44ഓളം നദികളുണ്ട് എന്ന് നമുക്കറിയാം. ഈ നദികളിൽ നിന്ന് കോടിക്കണക്കായ ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്നത്. നമ്മുടെ മലമുകളിൽ ഉണ്ടാകുന്ന കോടിക്കണക്കായ ലിറ്റർ ശുദ്ധജലം അറബിക്കടലിൽ വെറുതെ ചെന്ന് പതിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ കുടിവെള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനോ നമുക്ക് പറ്റുന്നില്ല. എന്നാൽ ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന അനവധിയായ രാജ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നമ്മുടെ നദീതടങ്ങളിലൂടെ കടലിലേക്ക് പാഴായി പോകുന്ന ഈ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തെ വലിയ വാട്ടർ ബാഗുകളിലാക്കി കടലിലൂടെ മരുഭൂമികൾ നിറഞ്ഞ മറ്റൊരു നാട്ടിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് അവിടെ പുതിയ നദികളും പുതിയ തടാകങ്ങളും സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത്തരമൊരു പദ്ധതിയാണ് മെഡുസ ബാഗുകൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വാട്ടർ ബാഗുകൾ എന്ന പദ്ധതി. ഇത് നടപ്പാക്കുന്നത് നന്നായി വെള്ളം ലഭ്യമാകുന്ന രാജ്യങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വലിയ ബാഗുകളിലാക്കും. ആ വെള്ളത്തെ കടലിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകും. എന്നിട്ട് ജല ദൗർബല്യമുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുക. ഇത്തരം ബാഗുകൾ നാം സാധാരണ കാണുന്ന ബാഗുകൾ പോലെയല്ല. അവ കടലിൽ ഒഴുകി നടക്കുന്ന ഭീമാകാരന്മാരായ തിമിംഗലങ്ങളെ പോലെ തോന്നിപ്പിക്കുന്ന വാട്ടർ ബാഗുകളാണ്. അവയുടെ വലിപ്പത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭ്യമാവാൻ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഏകദേശം 200 മുതൽ 650 മീറ്റർ വരെയാണ് ഇതിന്റെ നീളം വരുന്നത്. അതായത് ഏകദേശം 2 ഫുട്ബോൾ മൈതാനങ്ങൾ ചേർത്ത് വെച്ചതിനേക്കാൾ കൂടുതൽ നീളമുണ്ടാകും. അതിന്റെ വീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 30 മീറ്റർ മുതൽ 60 മീറ്റർ വരെ വീതിയുണ്ടാകും. ഉയരത്തിന്റെ കാര്യം പറയുകയാണെങ്കിലോ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഇവക്ക് 7 മുതൽ 15 മീറ്റർ വരെ ഉയരം ഉണ്ടാവും. ഇത്രയും വലിയ ഒരു ബാഗിന് എത്ര ലിറ്റർ വെള്ളത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നറിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ അത്ഭുതപ്പെടും. ഏകദേശം 150 കോടി ലിറ്റർ വെള്ളത്തെ ഇത്തരമൊരു ബാഗിന് സംഭരിക്കാനാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന 500 ലിറ്ററിന്റെ 30 ലക്ഷം വാട്ടർ ടാങ്കുകൾ കൂട്ടിച്ചേർത്താൽ എത്ര വെള്ളം സംഭരിക്കാനാകുമോ അത്രയും വെള്ളം സംഭരിക്കാൻ ഇവകൾക്ക് സാധ്യമാകും. ഈ ബാഗുകൾ പൂർണ്ണമായും വെള്ളം നിറച്ചാൽ ഒരു വലിയ സിഗരറ്റിന്റെ ആകൃതിയിലോ അല്ലെങ്കിൽ പരന്ന ഒരു സിലിണ്ടറിന്റെ രൂപത്തിലോ ആയിരിക്കും കാണപ്പെടുക. കടൽ വെള്ളത്തിലൂടെ ഇതിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ ഭാഗവും വെള്ളത്തിൽ മുങ്ങിയാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറം ഭാഗം കടൽ വെള്ളത്തിന് മുകളിൽ അല്പഭാഗം മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഏകദേശം 1-2 മീറ്റർ ഭാഗം മാത്രമേ മുകളിലായി കാണപ്പെടുകയുള്ളൂ. ബാക്കി ഭാഗം മുഴുവൻ വെള്ളത്തിന്റെ അടിയിലായിരിക്കും. അപ്പോൾ ഇത്രയും വലിയ ഒരു വാട്ടർ ബാഗിനെ വെള്ളത്തിലൂടെ വലിച്ചു കൊണ്ടുപോവുക എന്നത് ചിലവേറിയ ഒരു പണിയല്ലേ എന്ന ചോദ്യം നമുക്കുണ്ടാകും. എന്നാൽ അതിന് പരിഹാരം ഫിസിക്സിലെ ചില തത്വങ്ങളാണ്. ഇത്തരത്തിൽ 150 കോടി ലിറ്റർ വെള്ളം നിറച്ച ഈ ബാഗിന് ലക്ഷക്കണക്കിന് ടൺ ഭാരമുണ്ടാവുമെങ്കിലും ശുദ്ധജലത്തിന് ഡെൻസിറ്റി കുറവായതിനാൽ കടൽ വെള്ളത്തിൽ സ്വയം പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ടാകും. അതിനാൽ വളരെ കുറഞ്ഞ കരുത്തുള്ള ടഗ് ബോട്ടുകൾ ഉപയോഗിച്ചു പോലും ഇവയെ വലിച്ചു നീക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ കടൽ വെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധജലം ഉണ്ടാക്കുന്നതിനേക്കാൾ ഈ രീതി എത്രയോ പ്രായോഗികമാണ്. അങ്ങനെയെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു സംശയം, ഇത്രയും ഭീമാകാരമായ ഒരു വാട്ടർ ബാഗിനെ എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കുക എന്നായിരിക്കും. ഏകദേശം 2 സെന്റിമീറ്ററിലധികം കനമുള്ള അതിശക്തമായ നൈലോൺ അല്ലെങ്കിൽ സിന്തറ്റിക് തുണികൾ ഉപയോഗിച്ചാണ് ഇവയെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, ഇത്രയും വലിയൊരു സഞ്ചി കടലിലൂടെ നീങ്ങുമ്പോൾ അത് കടലിലൂടെ യാത്ര ചെയ്യുന്ന മറ്റു കപ്പലുകൾക്ക് തടസ്സമാവാതിരിക്കാൻ എന്ത് ചെയ്യുമെന്നാണ്. അതിനുവേണ്ടി പ്രത്യേകം സിഗ്നലുകളും GPS സംവിധാനങ്ങളും ഈ വാട്ടർ ബാഗുകളിൽ ഘടിപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ കേരളക്കരയിലെ 44ഓളം വരുന്ന നദികളിൽ ഉണ്ടാകുന്ന മുഴുവൻ വെള്ളത്തെയും അവകൾ കടലിലെത്തുന്ന പോയിന്റിൽ വെച്ച് വലിയ വാട്ടർ ബാഗുകളിൽ ശേഖരിച്ച് മരുഭൂമികൾ നിറഞ്ഞ അറേബ്യൻ നാടുകളിലേക്കും അറബിക്കടലിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ വാട്ടർ ബാഗുകൾ അറേബ്യയിൽ പുതിയ നദികൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അത്ഭുതം വരുന്നില്ലേ? വാട്ടർ ബാഗുകൾ അറേബ്യയിൽ എത്തിച്ചതിന് ശേഷം കാലിയായ വാട്ടർ ബാഗിൽ പെട്രോളിയം നിറച്ച് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു നോക്കൂ. എന്തു സുന്ദരമായ ലോകമായിരിക്കും അല്ലേ? പക്ഷേ അങ്ങനെ ഒരു സ്വപ്നം സാധ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം.